എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. അതുപോലെ SC/ST PWBD വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷനെ കുറിച്ചും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ, ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീസ് അടക്കണം. SC/ST വിദ്യാർത്ഥികൾക്ക് 920 രൂപയും അതുപോലെ തന്നെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് 990 രൂപയുമാണ് ഫീസ്. അപ്പോൾ ആ ഒരു ഫീസ് അടച്ച് വിദ്യാർത്ഥികൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ ടൈമിൽ എത്ര രൂപ ഫീസ് അടക്കണം എന്നുള്ള കാര്യം കൂടി കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം കോളേജിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് ജൂലൈ 11-ാം തീയതിക്കകം പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്കുള്ള SC/ST PWBD വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ നിലവിൽ വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ SC/ST PWBD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷനുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുക. എൻ്റർ ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഫോർ SC/ST PWBD സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ അതുപോലെ തന്നെ സെലക്ട് കാറ്റഗറി സെലക്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് എന്നിവയൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളും കൊടുത്തുകൊണ്ട് ഈ ഒരു SC/ST PWD അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 600 രൂപയും അതുപോലെ തന്നെ SC/ST PWD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ 300 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇത് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ കാര്യം കൂടി നോക്കാം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ കാണുന്നതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 2024-25 അധ്യയന വർഷത്തെ അഡ്മിഷൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത്, വിദ്യാർത്ഥികൾക്ക് SC/ST PWBD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഈ ഒരു SC/ST PWD വിഭാഗത്തിനുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനുള്ള രജിസ്ട്രേഷൻ നടത്താം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ഈ ഒരു ജൂലൈ 15-ാം തീയതിയോടെയാണ്. ജൂലൈ 15-ന് വന്ന ശേഷം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റും അതിനുശേഷം അതായത് അഡ്മിഷൻ ഫീ പേയ്മെൻറ്റും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം 17-ാം തീയതി വരെയാണ്. അതായത് 15-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചോദിച്ച സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ്, അതായത് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് നടത്തുന്നില്ല. അതിന് പകരം സ്പോട്ട് അഡ്മിഷനാണ് നടത്തുന്നത്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് SC/ST ആയിരുന്നാലും അതുപോലെ ജനറൽ കാറ്റഗറി ആയിരുന്നാലും ഏതൊരു വിദ്യാർത്ഥിക്കും അപേക്ഷ സമർപ്പിക്കാം. ആദ്യം ഗവൺമെൻറ് കോളേജിലേക്കും അതുപോലെ എയ്ഡഡ് കോളേജുകളിലേക്കുമുള്ള സ്പെഷ്യൽ അലോട്ട്മെൻ്റ് അല്ല, സ്പോട്ട് അലോട്ട്മെൻറ്റാണ് നടത്തുന്നത്. അത് സ്പോട്ട് അഡ്മിഷനാണ് നടത്തുന്നത്. അപ്പോൾ അതിന് സ്പോട്ട് അഡ്മിഷനാണ് വരുന്നത്, സപ്ലിമെൻ്ററി അല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 18-ാം തീയതി, ജൂലൈ 18 മുതൽ 19-ാം തീയതി വരെയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ. സപ്ലിമെൻ്ററി അല്ല, സ്പോട്ട് അഡ്മിഷനാണ്. എന്താണ് സ്പോട്ട് അഡ്മിഷൻ എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ കോളേജിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അഡ്മിഷൻ നേടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ നിങ്ങൾക്ക് 18-ാം തീയതി മുതൽ 19-ാം തീയതി വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഉള്ളത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു 23-ാം തീയതിയാണ് നിങ്ങൾക്ക് കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ആ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ആ ഒരു ഘട്ടത്തിലാണ് നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് 23-ാം തീയതി അതത് കോളേജുകളിൽ പോയിക്കൊണ്ട്, അതായത് ഈ ഒരു 19-ാം തീയതിക്ക് ശേഷം പിന്നീട് നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് വരികയും അതിനുശേഷം നിങ്ങൾക്ക് 23-ാം തീയതി വരെ ഈ ഒരു, അതായത് 23-ാം തീയതി കോളേജ് ലെവൽ അഡ്മിഷൻ നടത്തും. അതായത് 23-ാം തീയതി വരെയാണ് കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇത്ര മുതൽ ഇത്ര റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾ ഇന്ന ദിവസം പോകണമെന്ന് പറയും. ചില സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ ആ ഒരു റാങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ പോകാം എന്ന് പറയും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഓരോ കോളേജിലെയും ഓരോ കോഴ്സിൻ്റെയും റാങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ ഒരു കോളേജിൽ അഡ്മിഷനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും സഹിതം പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അതാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കോളേജിലും ഒരു നിശ്ചിത സമയത്തിനകം പോകണം എന്നുണ്ടാകും. അതായത് രാവിലെ 10 മണിക്ക് മുമ്പായിട്ട്, ചില കോളേജിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട്
സ്പോട്ട് അഡ്മിഷനായിട്ട് എത്തിച്ചേരണമെന്നുണ്ടാകും. ചില കോളേജ് രാവിലെ 10 മണിയാണ് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ സ്പോട്ട് അഡ്മിഷൻ അവസാനിക്കുന്നത് 23-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള രജിസ്ട്രേഷൻ നടത്തുന്നത് 24-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് അതിൻ്റെ ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ നടത്തുന്നത്. അത് സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പോട്ട് അഡ്മിഷനാണ്. അപ്പോൾ ഇതും ഇതേ രീതിയിൽ 24-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നിങ്ങൾക്ക് അതിനുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും. അതിനുശേഷം ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ 26-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ്. നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ പോയിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അത് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം സീറ്റ് വരികയാണെങ്കിൽ പിന്നീടും സ്പോട്ട് അഡ്മിഷനുകൾ നടത്തപ്പെടും. അതുകൊണ്ടാണ് ക്ലോസിംഗ് ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു 24-ാം തീയതി, അതായത് ഓഗസ്റ്റ് 24-ാം തീയതി വരെ സമയം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു SC ST വിദ്യാർത്ഥികൾക്കും അതുപോലെ PWBD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ ജൂലൈ 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ്. അതിൻ്റെ അലോട്ട്മെൻറ്റ് 15-ാം തീയതിയും അഡ്മിഷൻ 17-ാം തീയതി വരെയുമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SC ST അതുപോലെ തന്നെ ബാക്കിയുള്ള ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ, അതായത് സപ്ലിമെൻ്ററി ഇല്ല, അതിന് പകരമാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 18 മുതൽ 19-ാം തീയതി വരെ അതിന് രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് അത് ഗവൺമെൻറ് കോളേജിലും അതുപോലെ എയ്ഡഡ് കോളേജിലേക്ക് വേണ്ടിയിട്ടുമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുകയും രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ എവിടെയാണോ അതും കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ ഒരു കോളേജിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് സ്പോട്ട് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പകരം ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് SC ST PWD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റും അതിനുശേഷം പിന്നീട് ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്പോട്ട് അഡ്മിഷനുമാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.